ഗോവിന്ദ ഗോവിന്ദ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ തുൽചരണാം ഭോജേരതി സ്യാദനപായിനി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 90 അധ്യായങ്ങളിലായി ഭാഗവത പ്രധാനമായ ശ്രീകൃഷ്ണ കഥാമൃതം പരീക്ഷത്തിൻ്റെ മുൻപിൽ പാടി കേൾപ്പിച്ചു. ഏകാദശ സ്കന്ധം മുക്തി എന്ന ലക്ഷണത്തോടുകൂടി ആരംഭിച്ചു. മുക്തിർഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. 10 ലക്ഷണങ്ങളോടുകൂടിയ മഹാപുരാണമായ ശ്രീമദ് ഭാഗവതത്തിൽ 10ാമത്തെ ലക്ഷണമായ ആശ്രയം എന്ന ഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കലാണ് ലക്ഷ്യം. ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണ നിമിഷം മുതൽ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ആരാണ് എനിക്ക് ആശ്രയം? എന്തിനെയാണ് ശാശ്വതമായിട്ട് എന്നും ആശ്രയിച്ച് സുഖം നേടാനായിട്ട് സാധിക്കുക? ആ അന്വേഷണം പലതിനെയും മാറി മാറി ആശ്രയിച്ചുകൊണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ സംസാരിണാം കരുണയാഹ. ഇങ്ങനെ ആശ്രയമെന്ത് എന്ന് അന്വേഷിച്ച് ഒടുവിൽ ലക്ഷ്യം കാണാൻ സാധിക്കാതെ ചത്തുപോകുന്ന നമ്മളോടുള്ള കാരുണ്യം ഋഷീശ്വരന്മാർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഗുരുപവന പുരാധീശമേവ ആശ്രയാമ. പ്രാരബ്ധ പ്രളയത്തിൽ പെട്ടുപോയ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ പാദം തന്നെയാണ് ആശ്രയം. മാർക്കണ്ഡേയൻ്റെ മുൻപിൽ ആലിലക്കണ്ണനായി ഭഗവാൻ തെളിയിക്കുന്ന ആ ഒരു രംഗത്തെ പാടിക്കൊണ്ടാണ് നാളെ ഈ ഒരു യജ്ഞം സമർപ്പിക്കുക. ആ ആശ്രയം എന്ന ഭാവത്തിലേക്ക് പരിപൂർണമായും നമുക്ക് എത്തിച്ചേരണമെങ്കിൽ എന്തു വേണം? ഇന്ന് നമ്മൾ പിടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വിടണം. അതാണ് മുക്തി. അന്യഥാരൂപം ഹിത്വാ സ്വരൂപേണ വ്യവസ്ഥിതി. തന്നിൽ നിന്ന് അന്യമായിട്ട് ഇന്ന് എന്തിനെയൊക്കെയാണോ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത് അതൊന്നും ശാശ്വതമല്ല എന്ന് തിരിച്ചറിഞ്ഞ് അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെട്ട്, ഇതെല്ലാം നശിക്കുന്നതാണെങ്കിൽ ഞാൻ ആശ്രയിച്ചതെല്ലാം എനിക്ക് ശാശ്വതമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ചോദ്യം, പിന്നെ എന്താ ശാശ്വതമായിട്ടുള്ളത്? അവിടെ ഒരു ഉത്തരമേയുള്ളൂ, ഭഗവത്പാദം. അത് നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് ഏകാദശ സ്കന്ധം ആരംഭിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ യാദവകുലത്തിനേറ്റ ബ്രഹ്മശാപത്തെ പറഞ്ഞത്. അപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുടുംബം, കുലം പോലും നശിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ ചേർത്തു വച്ചിരിക്കുന്നതൊക്കെ നശിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? നമ്മളിന്ന് ലിസ്റ്റിൽ എൻ്റേത്, ഞാൻ എന്ന ഭാവത്തിൽ എഴുതി വച്ചിരിക്കുന്നതൊക്കെ നാളെ നമ്മൾക്ക് വിട്ടുപോകേണ്ടി വരുമെന്ന് ഉറപ്പല്ലേ? അപ്പം എന്തു വേണം? ഇതൊക്കെ വിട്ടാൽ എനിക്ക് ആരാ ഉള്ളത്? ഒന്നുകിൽ ഞാനതിനെ വിടേണ്ടി വരും, അല്ലെങ്കിൽ നാളെ അതെന്നെ വിട്ടുപോകും എന്ന് ഉറപ്പിച്ചാൽ ഇനി എനിക്ക് ആരാ ഉള്ളത് എന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിലേക്ക്, ആശ്രയത്തിലേക്ക് നമ്മളെ എത്തിക്കലാണ് ഈ 11ാം സ്കന്ധത്തിൻ്റെ ഉദ്ദേശം. 335 അധ്യായങ്ങളിലായി വേദവ്യാസ മഹർഷി യാതൊരു ഭാഗവത ധർമ്മത്തെ നമ്മളിലേക്ക് എത്തിക്കാനായി ശ്രമിച്ചുവോ ആ ഭാഗവത ധർമ്മം ഏകാദശ സ്കന്ധത്തിൻ്റെ ആരംഭത്തിൽ നിമിനവയോഗി സംവാദ രൂപത്തിൽ ഭംഗിയായി നമ്മളിവിടെ അനുഭവിച്ചു. ഇനി അതിൻ്റെ അല്പം കൂടി വിസ്തരിച്ചിട്ടുള്ള ഭാവമാണ് ഉദ്ധവോപദേശം. ബ്രഹ്മാദി ദേവന്മാർ സ്വർഗോദ്യാനങ്ങളിൽ നിന്നും ദിവ്യങ്ങളായ പുഷ്പങ്ങളെ കൊണ്ടുവന്ന് ദ്വാരകാധീശനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിലേക്ക് പുഷ്പാഞ്ജലി ചെയ്ത് അവതാര കർത്തവ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി കൃഷ്ണനാട്ടം കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളാം എന്ന്
ആ ഭഗവാന്റെ പാദത്തെ നമസ്കരിച്ച് സ്തുതിച്ചപ്പോൾ അവരെയെല്ലാം വേണ്ട വിധത്തിൽ അനുഗ്രഹിച്ചു ഭഗവാൻ. സജ്ജനങ്ങളെ നിന്ദിച്ചത് മൂലം ഭവിച്ചതായ ബ്രഹ്മശാപം, ആ ബ്രഹ്മശാപത്തിൽ നിന്നും തൻ്റെ കുടുംബത്തെ കരകയറ്റാനുള്ള മാർഗം നല്ലൊരു അച്ഛനായി, നല്ലൊരു കാരണവരായി തൻ്റെ കുട്ടികൾക്ക് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. എല്ലാവരും സൽക്കർമ്മങ്ങളെ ചെയ്യൂ, എല്ലാവരും നദീതീരെ ചെന്ന് നാമം ജപിക്കൂ. കഷ്ടകാലം വരുമ്പോൾ സൽക്കർമ്മങ്ങളും ഈശ്വര ധ്യാനവുമൊക്കെയാണ് നമ്മുടെ മനസ്സിന് ധൈര്യം തരുന്നത്. അതുകൊണ്ട് എല്ലാവരും പോയിക്കോളൂ എന്നും പറഞ്ഞ് സകലരെയും തന്നിൽ നിന്നകറ്റി ഏകാന്തതയിൽ ഭഗവാൻ ധ്യാനനിരതനായിരിക്കുമ്പോഴാണ് ഭഗവാന്റെ തൃപ്പാദത്തെ ആരോ അഭിഷേകം ചെയ്യുന്നതായി അനുഭവപ്പെട്ടത്. എല്ലാവരെയും താൻ പറഞ്ഞയച്ചതാണല്ലോ, ആരാ തന്നെ വിട്ടുപോകാത്തത് എന്ന ഭാവത്തിൽ ഭഗവാൻ ആ താമരക്കണ്ണൊന്നു തുറന്നപ്പോഴാണ് തൻ്റെ തൃപ്പാദത്തെ മുറുകെ പിടിച്ച് കണ്ണുനീരുകൊണ്ട് അഭിഷേകം ചെയ്യുന്ന തൻ്റെ സർവസ്വവുമായ ഉദ്ധവനെ ഭഗവാൻ കാണുന്നത്. 110-ലധികം വർഷം ഭഗവാനെ നിഴലുപോലെ സേവിച്ചതായ ആ ഭാഗവതോത്തമനായ ഗോപികാദാസനായ ഉദ്ധവൻ ഭഗവാന്റെ തൃപ്പാദത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. ഭഗവാനെ, എന്താ ഇത്? സ്വന്തം കുടുംബം, സ്വന്തം മക്കള് ഇങ്ങനെ നാശത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ അതൊന്നും തടയാൻ പറ്റാത്ത ഭാവത്തിൽ അങ്ങിങ്ങനെ ഏകാന്തതയിലിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു പേടി തുടങ്ങിയിട്ടുണ്ട്. കൃഷ്ണാവതാര ലീലകളെ കഴിഞ്ഞ് അങ്ങ് പോവുകയാണോ? അങ്ങനെ പോകുന്നു എന്നുണ്ടെങ്കിൽ, ഈ കൃഷ്ണവേഷം വിട്ട് അങ്ങ് സ്വധാമത്തിലേക്ക് ഗമിക്കുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ. നാഹം തവാഘ്രികമലം ക്ഷണാർത്ഥമപി കേശവ. അങ്ങയുടെ പാതാരബിന്ദത്തെ വിട്ട് ഒരല്പസമയം പോലും മാറി നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. അങ്ങയുടെ നിഴലിരിക്കുമ്പോൾ താപത്രയോന്മൂലനം, ഒരു തരത്തിലുള്ള താപത്രയങ്ങളും എന്നെ ബാധിക്കുന്നില്ല. എന്നാൽ അങ്ങയുടെ നിഴലിൽ നിന്ന് മാറി ഈ പ്രാരബ്ധ ചൂടിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഞാൻ തളർന്നു പോവും. അതുകൊണ്ട് എവിടേക്കാണോ ഈ കൃഷ്ണലീലകളെ കഴിഞ്ഞ് അങ്ങ് തിരിച്ചെഴുന്നള്ളുന്നത് ആ സ്വധാമത്തിലേക്ക് എന്നെ കൂടി ഒപ്പം ചേർക്കണമേ എന്ന് തൻ്റെ പാദത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഉദ്ധവനെന്ന തൻ്റെ സർവസ്വവുമായ ആ കൂട്ടുകാരനെ ചേർത്തിരുത്തി പുഞ്ചിരിയോടെ ഭഗവാൻ ഉപദേശിക്കുന്ന ഉപദേശം. ഏകാന്തിനം പ്രിയം ഭൃത്യം ഉദ്ധവം സമഭാഷത. ഏകാന്തതയിൽ ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, അങ്ങ് ബുദ്ധിസത്തമന, യാദവകുലത്തിൻ്റെ നാശവും ഇതൊക്കെ എൻ്റെ കാലസ്വരൂപനായ എൻ്റെ ഇച്ഛയാണ് എന്നും തിരിച്ചറിയാനുള്ള ബുദ്ധി അങ്ങയ്ക്കുണ്ട്. യദുകുലത്തിനേറ്റ ബ്രഹ്മശാപത്തിന് അവതാരമൂർത്തിയായ ഞാൻ പോലും അടിമപ്പെട്ട ഈ ശരീരത്തെ ത്യജിക്കുമ്പോൾ ഈ ബ്രഹ്മശാപം ബാധിക്കാത്തവനായി യാദവകുലത്തിൽ അങ്ങ് ശേഷിക്കും. ത്വം തുമൽ ധർമ്മമാസ്ഥായ. അങ്ങ് എത്രയും പെട്ടെന്ന് ബദരികാശ്രമത്തിലേക്ക്, ഹിമാലയത്തിലേക്ക് യാത്രയാകണം. യാദവകുലം നശിച്ച 7-ാം ദിവസം സമുദ്രം ഈ ദ്വാരകയെ കടമെടുക്കുന്നതിന് മുമ്പ് അങ്ങ് രക്ഷപ്പെടൂ. സർവഭൂതസുഹൃശാന്തോ ജ്ഞാനവിജ്ഞാന നിശ്ചയ പശ്യന്മദാത്മകം വിശ്വം ന വിപദ്യേത വൈഃ പുനഃ. ഇനിയൊരു പുനരാവർത്തിയില്ലാത്തതായ പരമപദത്തിലേക്ക് അങ്ങയെ ഞാൻ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗോപികമാരുടെ കാൽപ്പൊടികളിലേക്ക് വീണ് നമസ്കരിച്ച് വൃന്ദാവനത്തിൽ നിന്ന് അങ്ങ് തിരിച്ചു വന്ന നിമിഷം ഞാനെടുത്ത തീരുമാനമാണ് ത്വം തു ഭാഗവതേഷ്വഹം. കൃഷ്ണലീലകൾ കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് പോയാലും ഭാഗവതധർമ്മം അതങ്ങയിൽ കൂടി ഈ ലോകത്തിൽ നിലനിൽക്കും. അതുകൊണ്ട് ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. ഇന്ന് ഏതിലേക്കൊക്കെയാണോ എൻ്റേത് ഞാൻ എന്നുള്ളതായ സ്നേഹച്ചരട് ചേർത്തു വച്ചിരിക്കുന്നത്, ആ സ്നേഹക്കയറുകളെല്ലാം അഴിച്ച്
അതെല്ലാം എന്നിലേക്ക് ചേർത്ത് കെട്ടു ഉദ്ധവ. നീ മാത്രമാണ് നീ എനിക്കൊരു ബന്ധു കൃഷ്ണ എന്ന ഭാവത്തിൽ എന്നെ പരിപൂർണമായി ശരണാഗതി ചെയ്യൂ. അങ്ങ് ബദരികാശ്രമത്തിലേക്ക് യാത്രയാകൂ എന്ന് ഉദ്ധവനോട് ഭഗവാൻ പറയുമ്പോൾ കണ്ണുനീരോടുകൂടി ഭഗവാന്റെ തിരുമുഖത്തേക്ക് നോക്കി ഉദ്ധവൻ പറയുന്നു, എങ്ങനെ സാധിക്കും? ത്യാഗോയം ദുഷ്കരോ ബ്രഹ്മൻ ത്യാഗ സന്യാസലക്ഷണ. എല്ലാം ഉപേക്ഷിക്കൂ എന്ന് പറയൽ എളുപ്പമാണ്, പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമാണോ? ലൗകികമായ സ്നേഹബന്ധങ്ങൾ തന്നെ പിരിയുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം എന്നിരിക്കെ അർത്ഥബന്ധുവായ ആനന്ദസ്വരൂപനായ അങ്ങയെ എങ്ങനെ ഞാൻ വിട്ടുപോവും? അല്ലേ? സന്യാസം എന്ന് വെച്ചാൽ തനിക്ക് തന്നെ ആത്മപിണ്ഡം വെച്ച് തൻ്റേത് എന്ന് കരുതുന്ന സകലത്തിനെയും ഉപേക്ഷിക്കലാണ്. പക്ഷേ അങ്ങനെയുള്ള ആ ആത്മാരാമന്മാരായ ഋഷീശ്വരന്മാർക്ക് പോലും അങ്ങയെ ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്കറിയാം എത്രയോ ഭാഗവത ആചാര്യന്മാർ, ഭാഗവതോത്തമന്മാർ അവരൊരു നിയോഗം പോലെ ഈ ഭാഗവത ആചാര്യ മേഖലയിൽ നിന്ന് സന്യാസഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് നടുവിൽ മഠം സ്വാമിയാർ, നൊച്ചൂര് സ്വാമിയാർ, ഇങ്ങനെ എത്രയോ ആൾക്കാർ, അവരൊക്കെ ഈ സന്യാസത്തിനു വേണ്ടി എല്ലാം ഉപേക്ഷിച്ചതാണ്. പക്ഷേ എല്ലാം ഉപേക്ഷിച്ചിട്ടും അവരൊന്നു മാത്രം ഉപേക്ഷിച്ചില്ല. പൂർവാശ്രമത്തിൽ നിന്ന് സന്യാസാശ്രമത്തിലേക്ക് വരുമ്പോൾ കൂടെ നടന്ന ഭാഗവതത്തെ അവർ പിടിവിട്ടില്ല. അപ്പോൾ ഭാഗവതം എന്ന ഈ ഒരു പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമാകുന്ന ഗ്രന്ഥത്തെ ഉപേക്ഷിക്കാൻ പറ്റണില്ലെങ്കിൽ പ്രത്യക്ഷ കൃഷ്ണനായ അങ്ങയെ ഞാൻ എങ്ങനെ ഉപേക്ഷിപ്പിച്ചു പോവും എന്ന് പറയുമ്പോഴാണ് ഉദ്ധവനായി ശ്രേഷ്ഠമായ ജ്ഞാനോപദേശം ഭഗവാൻ ചെയ്യുന്നത്. സർവവിധത്തിലും ഈ ഉപേക്ഷിക്കലിൻ്റെ സുഖം, എല്ലാം ഉപേക്ഷിച്ച് ലഭിക്കുന്ന ഒരാനന്ദം, അതങ്ങയ്ക്ക് മനസ്സിലാക്കാൻ എൻ്റെ പൂർവികനായ യദു കണ്ട ഒരവധൂതൻ്റെ ചരിതം പറയാം എന്ന് വർണ്ണിച്ച് ആ യദുവിൻ്റെയും അവധൂതൻ്റെയും ചരിതം. യദു മഹാരാജാവ് കൊട്ടാരവും സിംഹാസനവും അധികാരവും സമ്പത്തും കുടുംബവും എല്ലാം തികഞ്ഞ് സർവതരത്തിലുള്ള അധികാരവുമുള്ള യദുമഹാരാജാവ് ഒരിക്കലൊരു കാഴ്ച കണ്ടു. അതിതേജസ്സുള്ളതായ ഒരു അവധൂതൻ, ശരീരത്തിലൊരു വസ്ത്രം പോലുമില്ലാതെ, യാതൊന്നുമില്ലാതെ സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുന്ന കാഴ്ച. അദ്ദേഹത്തിൻ്റെ ഈ സന്തോഷത്തോടു കൂടിയുള്ള ചിരി കണ്ടപ്പോൾ അത് വെറും ഒരു ചിരിയല്ല. ചിരിക്കണമെങ്കിൽ കൃഷ്ണനെ പോലെ ചിരിക്കാൻ പറ്റണം. നമ്മുടെ ഒന്നും ചിരി ഒരു റെഡിമെയ്ഡ് സാധന. ശരിക്കും ഉള്ളിൽ പല ടെൻഷനും നിറച്ചു വെച്ച് പുറത്ത് ഒട്ടിച്ചൊരു സ്റ്റിക്കർ മാത്രം നമ്മുടെ ഇപ്പോഴത്തുള്ള ചിരി. ഈ അവധൂതൻ്റെ പുഞ്ചിരി കണ്ടപ്പോൾ അത്ഭുതമായി യദു മഹാരാജാവിന്. കാരണം ഇതുപോലൊന്ന് ചിരിക്കാൻ ഞാൻ എത്ര കാലമായി മെനക്കെടുന്നു. അല്ലേ? കുറേ പഠിച്ചാൽ ചിരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പഠിച്ചപ്പോൾ അതിൻ്റെ ടെൻഷനായി. ജോലി കിട്ടിയാൽ ചിരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ജോലി കിട്ടിയപ്പോൾ കുറച്ചും കൂടി ടെൻഷനായി. അപ്പോഴാണ് തോന്നിയത് കല്യാണം കഴിച്ചാൽ ചിരിക്കാലോ. കല്യാണം കഴിച്ചതോടെ ഉള്ള ചിരിയും കൂടെ കുറഞ്ഞു. അപ്പോഴാണ് തോന്നിയത് കുട്ടിയുണ്ടായാൽ ചിരിക്കാലോ. ഇങ്ങനെ ഒന്ന് ചിരിക്കാൻ വേണ്ടി ഇത്രയൊക്കെ നേടിയിട്ടും ഒന്ന് ചിരിക്കാൻ നമുക്ക് പറ്റണില്ല. അപ്പോഴാണ് ഇതൊന്നുമില്ലാതെ, സ്വന്തമായിട്ടൊന്നുമില്ലാതെ അവധൂതഭാവത്തിൽ പൊട്ടിച്ചിരിക്കുന്ന ആ മഹാത്മാവിനെ ചെന്ന് യദുമഹാരാജാവ് നമസ്കരിക്കുന്നത്. സർവവിധത്തിലും എങ്ങനെ അങ്ങയ്ക്കിത് സാധിക്കണത് എന്ന് ചോദിച്ചപ്പോഴാണ് സന്ധ്യമേ ഗുരവോ രാജൻ, ഇത് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രത്യേക വിദ്യാലയം, ഒരാശ്രമം, ഒരു ഗുരുനാഥൻ അതില്ല. ഈ പ്രപഞ്ചം തന്നെയാണ് വിദ്യാലയം. ഇവിടെ ഇത് പഠിപ്പിച്ചു തരുന്ന ഗുരുനാഥന്മാർ അനേകമാണ്. എങ്കിലും 24ഓളം ഗുരുനാഥന്മാർ. ഇവരോരോരുത്തരും എന്നെപ്പോലെ ആകണമെന്നും എന്നെപ്പോലെ ആകരുത് എന്നും പഠിപ്പിക്കുന്നു.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭാഗവതം ഈ ഒരു രംഗത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇതുവരെ നമ്മൾ കണ്ട ഭാഗവതത്തിലെ സകല കഥാപാത്രങ്ങളും നമുക്ക് ഗുരുനാഥനാവുകയാണ്. ഹിരണ്യകശിപുവിനെ പോലെ ആവരുത്, പ്രഹ്ലാദനെ പോലെ ആവണം, കംസനെ പോലെ ആവരുത്, സുദാമാവിനെ പോലെ ആവണം. ഇങ്ങനെ എല്ലാവരും നമുക്ക് ഗുരുനാഥനായി മാറുന്നു. ഭൂമിയിൽ നിന്ന് ക്ഷമ, അല്ലേ? ഒരു നല്ല യോഗി ക്ഷമയുള്ളവരായിരിക്കണം എന്ന് ഭൂമി പഠിപ്പിച്ചു. സൂര്യനിൽ നിന്ന് കൃത്യനിഷ്ഠതയെ പഠിച്ചു. ആരും പറയാതെ, ആരും ഓർമ്മിപ്പിക്കാതെ തൻ്റേതായ കർത്തവ്യത്തെ ഭംഗിയായിട്ട്, അല്ലേ? നമ്മളൊരു ടോർച്ച് കാണിച്ച് കൊടുത്തിട്ട് അയാൾ താങ്ക്സ് പറഞ്ഞിട്ടില്ലെങ്കിലോ, നന്ദിയില്ലാത്തതൊന്ന് ഒരു മടിയില്ലാണ്ട് വിളിക്കും. അപ്പോഴാണ് എത്രയോ കാലമായി സൂര്യദേവൻ നമുക്ക് ഒരു പ്രതിഫലവും ഒരു നന്ദി വാക്ക് പോലും ആഗ്രഹിക്കാതെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സൂര്യനെ പോലെ ഈ ലോകത്ത് പ്രകാശം ചൊരിഞ്ഞ് അറിവ് പകർന്നുകൊണ്ട് സഞ്ചരിക്കാൻ, അഗ്നിയെപ്പോലെ എല്ലാത്തിനെയും സമഭാവത്തിൽ കാണാൻ, ജലത്തെ പോലെ സർവത്തിനെയും ശുദ്ധഭാവത്തിലേക്ക് മാറ്റാൻ, വായുവിനെ പോലെ ബന്ധമില്ലാതെ ഈ ലോകത്തിൽ സുഖം വരുമ്പോൾ അതിനെ സ്വീകരിച്ച്, ദുഃഖം വരുമ്പോൾ അതിനെ സ്വീകരിച്ച്, വരുന്നതിനെ സ്വീകരിച്ചും പോകുന്നതിനെ ഉപേക്ഷിച്ചും സഞ്ചരിക്കാൻ ഞാൻ പഠിച്ചു. പിന്നെ പിങ്കള എന്നുള്ളതായ ഒരു സ്വൈരിണിയായ സുന്ദരി പുറമേയുള്ളതായ ലോകം തൻ്റെ ശരീരത്തിൽ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സുഖം അതന്വേഷിച്ച് ആ സുഖം കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് ഒടുവിൽ ഈ സുഖമൊക്കെ എനിക്ക് തരുന്ന ആനന്ദസ്വരൂപനായ ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ടല്ലോ. സന്തം സമീപേ രമണം രതിപ്രദം. നിത്യാനന്ദസ്വരൂപനായ ആ ഭഗവാനെ വിട്ട് ലൗകികമായ സുഖത്തിന് വേണ്ടി ഇനി ഞാൻ എന്തിനാഗ്രഹിക്കണം? അതുകൊണ്ട് ആഗ്രഹങ്ങളെല്ലാം ദുഃഖത്തിന് കാരണമാണ് എന്ന് മനസ്സിലാക്കി തന്നിൽ തന്നെയുള്ള ആ ഭഗവാനിൽ രമിച്ചതായ വേശ്യയിൽ നിന്ന് പോലും ഞാൻ പാഠം പഠിച്ചു. ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക, വേണ്ടത് മാത്രം കഴിക്കുക എന്നൊക്കെ പെരുമ്പാമ്പിൽ നിന്ന് ഞാൻ പഠിച്ചു. പെരുമ്പാമ്പും ഗുരുനാഥനാണ്. പെരുമ്പാമ്പ് ഗുരുനാഥനാണ് എന്ന് വെച്ചാൽ നമസ്കരിക്കാനൊന്നും പോകരുത്, ദൂരത്തുനിന്ന് കണ്ടാൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഭക്ഷണം, ജീവിക്കാനുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ ചെറിയൊരു പക്ഷി തൻ്റെ കൊക്കിൽ കിട്ടിയതായ ഒരു മാംസക്കഷണം, അതുവരെ ഒപ്പം പറന്നിരുന്നതായ പക്ഷികൾ തന്നെ ശത്രുഭാവത്തിലേക്ക് മാറ്റി ഈ ഒരു മാംസക്കഷണം എന്ന് കണ്ടപ്പോൾ അതിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട് അധികരിച്ച സമ്പത്ത് ബന്ധുക്കളെ പോലും ശത്രുവാക്കി തരുമെന്ന് പാഠം പഠിപ്പിച്ചു. പെൺകുട്ടിയുടെ കയ്യിലുള്ള വളകൾ കൂട്ടിമുട്ടുമ്പോൾ ശബ്ദമുണ്ടാവുമ്പോൾ അത് മറ്റുള്ളവർ കേൾക്കണ്ടെന്ന് വെച്ച് ഓരോ കയ്യിൽ ഓരോ വളയിട്ട ആ പെൺകുട്ടി ഏക ഏവ ചരയത്തസ്മാൽ. ഒരു യോഗി, ഒരു ഭക്തൻ ഈ ലോകത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതാണ് നല്ലത്. ഈശ്വരോപാസനയ്ക്ക് ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് പോണതാണ്, അല്ലേ? ഇതൊക്കെ യോഗീശ്വരന്മാർക്ക് മാത്രമല്ല നമുക്കും. ഇപ്പോൾ ഭാഗവതത്തിനൊക്കെ പോയാൽ കഴിയണതും പരിചയക്കാരുടെ അടുത്ത കസേരയിൽ ഇരിക്കരുത്, അല്ലേ? ചില ആൾക്കാർ സപ്താഹത്തിനൊക്കെ കയറിയാൽ ആദ്യം ഇങ്ങനെ നോക്കണത് കാണാം, ജിറാഫ് കഴുത്ത് പൊക്കണ പോലെ. എന്തിന്? പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് മാറിയിരിക്കുക. എന്നാലോ ഭാഗവതം ഭംഗിയായിട്ട് കേൾക്കും. പരിചയക്കാരുടെ അടുത്ത് പോയാൽ വന്ന ബസ്സിൻ്റെ പേര്, ഇനി ഏത് ബസ്സിനാണ് പോവുക എന്ന് ചോദിക്കും. അപ്പോൾ ഏകയേവചരയിൽ കഴിയുന്നതും ഈശ്വരോപാസനയ്ക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഒരേ മനസ്ഥിതിയുള്ള ആൾക്കാർ സഞ്ചരിക്കുക. പിന്നെ മത്സ്യം, അല്ലേ? മത്സ്യത്തിന് എന്താ അബദ്ധം പറ്റുന്നത്? നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. ഒരു ഇര കാണുമ്പോൾ നാവിനെ നിയന്ത്രിക്കാൻ വിശപ്പൊന്നുമില്ല, എന്നാലും കിട്ടണതിനൊക്കെ അങ്ങനെ തട്ടിവിടുമ്പോൾ നാവിനെ നിയന്ത്രിക്കണം, അല്ലേ? ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയെ ഇല്ലാണ്ടാക്കുന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ ഭാഗവത രംഗത്തിലിരിക്കുമ്പോഴും നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ പല ഭാഗത്തേക്ക് കൊണ്ടുപോകും.
അപ്പം നാവിങ്ങനെ രുചി അന്വേഷിച്ച് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് രുചിയുള്ള പദാർത്ഥം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാവ്, നമ്മുടെ മനസ്സ് പതുക്കെ അതിലേക്ക് പോകാൻ തുടങ്ങും. ഇവിടെ ഒരു സ്ഥലത്ത് ഭാഗവത മാഹാത്മ്യ ദിവസം ഈ ആചാര്യവരണം എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ ആചാര്യനായിട്ട് ഈ വെറ്റിലയും അടക്കയും മുണ്ടും ഒക്കെ തന്നു. ഞാൻ ഈ വെറ്റില അടക്കയും മുണ്ടും ഒക്കെ എൻ്റെ അടുത്ത് വെച്ച് പ്രഭാഷണം തുടങ്ങി. നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പ്രഭാഷണം തുടങ്ങേണ്ട താമസം ഇവരൊക്കെ കമ്മിറ്റിക്കാർ വിളിച്ച് ചായ കുടിക്കാൻ പോയി. എല്ലാവരും ചായ കുടിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, അവരൊക്കെ പോയി. 2 മുത്തശ്ശിമാർ മാത്രം മുമ്പിലിരുന്ന് ഭംഗിയായി കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി, 2 ആളെങ്കിലും ഉണ്ടല്ലോ. മഹാത്മ്യം മുഴുവൻ ഈ മുത്തശ്ശിമാരിരുന്ന് കേട്ടു. ഇവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഭാഗവത മഹാത്മ്യം എന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മുത്തശ്ശിമാരടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, ആ വെറ്റിലി അടക്കി ഞങ്ങൾക്ക് തരുമോ? അപ്പോഴാണ് മനസ്സിലായത് ഇവർ ഇത്ര സമയം ഇവിടെ ഇരുന്നത് ഈ മാഹാത്മ്യത്തിനൊന്നുമല്ല, ഇത് കഴിഞ്ഞാൽ ഈ വെറ്റിലി അടക്കിയും കിട്ടുമോ വെച്ചിട്ട്. അപ്പോൾ അതുപോലെ ജിതം ജിഹ്വേ ജിതസർവം, നാവിനെ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് എന്ന് മത്സ്യം നമ്മളെ പഠിപ്പിച്ചു. പിന്നീട് ശരകൃത്ത്, ഒരു ശരമുണ്ടാക്കുന്ന അയാൾ പിറകിൽ പോയ ഘോഷയാത്ര പോലും അറിഞ്ഞില്ല, അത്രയ്ക്ക് ശ്രദ്ധയായിരുന്നു. ഇങ്ങനെ ചെയ്യുന്ന കർമ്മത്തിലേക്ക് കൃത്യമായ ഏകാഗ്രതയുണ്ടാകണം എന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ അനേകം ഗുരുനാഥന്മാർ ഈ ലോകത്ത് നിന്ന് നമ്മളെ പഠിപ്പിച്ച് അവസാനം ദേഹോ മമ ഗുരു, ഇദ്ദേഹം പറയണു ഈ ദേഹം തന്നെ നമുക്ക് ചിലപ്പോൾ ഗുരുനാഥനായി ഭവിക്കും. എന്താ ദേഹം നമ്മളെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ എത്ര സ്നേഹിക്കുന്നു നമ്മൾ ഈ ദേഹത്തെ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ചിലവാക്കുന്നു ഈ ദേഹത്തിന് വേണ്ടിയിട്ട്. എത്ര സോപ്പ് ഉരച്ച് കളഞ്ഞു, എത്ര പൗഡർ പൂശിക്കളഞ്ഞു, എത്ര മാല, എത്ര ജോഡി ഡ്രസ്സ്. എന്നിട്ട് ഈ ദേഹം തന്നെ നാളെ നമ്മളെ ചതിക്കും, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കില്ല, നമ്മളെ വേദനിപ്പിക്കുമെന്നിരിക്കെ ഈ ദേഹം ബ്രഹ്മാവലോകധിഷണയുള്ളതാണ്. എത്രയോ തരത്തിലുള്ളതായ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് അവസാനം ഭഗവാന് സന്തോഷമായത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണത്രേ. എന്തേ? ബ്രഹ്മാവലോകധിഷണം. ഈ ഒരു ശരീരത്തിലിരുന്നു കൊണ്ടേ ഈശ്വരനെ അന്വേഷിക്കാനും ഈശ്വരനെ അറിയാനും ഈശ്വരനെ അനുഭവിക്കാനും സാധിക്കുള്ളൂ എന്നുള്ളത് തിരിച്ചറിയുക. അതുകൊണ്ട് ദുർലഭമായ ഈ ഒരു മനുഷ്യജന്മത്തിൽ എത്ര നേരത്തെ സാധിക്കുമോ അത്രയും നേരത്തെ ഈശ്വരഭക്തിയെ ഉള്ളിൽ നിറയ്ക്കൂ. ആ ഒരു ഭക്തി കൊണ്ട് സർവവിധത്തിലുള്ളതായ ലൗകികമായ ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ആർത്തബന്ധുവായ എന്നിലേക്ക് പരമമായ പ്രേമം അങ്ങയ്ക്കുണ്ടാകും. അവധൂതനിൽ നിന്നും ഈയൊരു ഭഗവത് തത്വം കേട്ടറിഞ്ഞ യദുമഹാരാജാവ് പരിപൂർണമായും ആ ഭഗവത് ഭക്തിയെ ഉൾക്കൊണ്ടു. ഹേ ഉദ്ധവ, നമ്മുടെ പൂർവികന്മാർ ഇത്തരത്തിൽ നമുക്ക് പറഞ്ഞു തന്ന ഈ ഉപദേശങ്ങളെയും ഇത്തരത്തിലുള്ളതായ സദ്വാക്യങ്ങളെയും മനനം ചെയ്ത് വിചാരണം ചെയ്ത് ആ ഋഷീശ്വരന്മാർ നമുക്ക് കാട്ടിത്തന്ന വഴിയിൽ കൂടി സഞ്ചരിക്കൂ. സർവവിധത്തിലും അങ്ങയ്ക്ക് പരമപദത്തിലേക്കെത്താൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ഉദ്ധവനായിട്ടുള്ള ഉപദേശങ്ങളെ ഭഗവാൻ നൽകുന്നു. അതിനായി അടുത്ത പ്രഭാഷണത്തിന് പെൺമണി കൃഷ്ണേട്ടനെ ക്ഷണിക്കുന്നു.